ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. 46 റൺസിനാണ് ഇന്ത്യയുടെ ജയം. പരമ്പര 4-1 സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ന്യൂസിലൻഡ് 225 റൺസിന് ഓൾ ഔട്ടായി. വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ്. കമലേഷ്, ആദ്യം തന്നെ ഇന്ത്യ മുന്നോട്ട് വെച്ചത് 272 റൺസ് എന്നൊരു വലിയ വിജയലക്ഷ്യമാണ്. ഇപ്പോൾ ഇതാ 225 റൺസിൽ ന്യൂസിലൻഡ് ഓൾ ഔട്ടായി. പരമ്പര ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സന്തോഷ നിമിഷമാണല്ലേ? തീർച്ചയായും സുന്ദരി, വളരെ മികച്ച ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അപ്പോഴും സഞ്ജുവിന്റെ ആരാധകർ, അതായത് സഞ്ജുവിനോട് ഏറെ സ്നേഹമുള്ള മലയാളികളായിട്ടുള്ള ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രകടനമാണ് സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. സ്വാഭാവികമായും ഇന്നത്തെ മത്സരത്തിന് വലിയ നിലയിലുള്ള ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ 3-1 ഇന്ത്യ ഈ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ മത്സരം ജയിച്ചതോടുകൂടി 4-1 എന്ന നിലയിൽ ഈ പരമ്പര 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ മാച്ച് ആയതുകൊണ്ട് തന്നെ വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു മാച്ച് ആയിരുന്നു ഇന്നത്തേത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സഞ്ജുവിന്റെ ആദ്യത്തെ സ്വന്തം മണ്ണിൽ, സ്വന്തം നാട്ടിൽ കളിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര മത്സരമായിരുന്നു സഞ്ജുവിനെ സംബന്ധിച്ച്. പക്ഷേ അതിൽ ഒരു മിന്നുന്ന പ്രകടനം തന്നെയാണ് ആരാധകരെല്ലാം തന്നെ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ നിലയിലേക്കൊത്ത് ഉയരാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 പന്തിൽ 6 റൺസ് എന്നുള്ള നിലയിലാണ് സഞ്ജു ഒരു പ്രകടനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും വലിയ നിരാശ ആരാധകർക്ക് അത് സംബന്ധിച്ചുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ടീം എന്നുള്ള നിലയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. 46 റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. 225 റൺസിന് ന്യൂസിലാൻഡ് മുഴുവൻ ആളുകളും പുറത്തായി, ഓൾ ഔട്ടായി എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് 7-ാം തീയതി മുതൽ, അടുത്ത മാസം 7-ാം തീയതി മുതൽ 2020 ലോകകപ്പ് ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള ഒരു മത്സരം തന്നെയായിരുന്നു, ഒരു നിർണായകമായ മത്സരം തന്നെയായിരുന്നു ഇത്. ഇനിയിപ്പോൾ ഈ 2020 ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടെ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ടീം സെലക്ഷന്റെ കാര്യത്തിൽ ഉൾപ്പെടെ നിർണായകമായ ഒരു ഘടകമായി ഈ മത്സരത്തിലെ പ്രകടനങ്ങളെല്ലാം മാറും എന്നുള്ളതാണ് ഒരു സാഹചര്യം. ഇനിയിപ്പോൾ ഏറ്റവും വലിയ ഒരു ആരാധകരെ സംബന്ധിച്ച് ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് സഞ്ജുവിന് 2020 ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. വളരെ മോശം പ്രകടനമാണ് ഈ കഴിഞ്ഞ 5 മത്സരങ്ങളിലും സഞ്ജുവിനെ കളിപ്പിച്ചു. പക്ഷേ 5 മത്സരങ്ങളിലും തിളങ്ങാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മത്സരങ്ങളിൽ 6 റൺസ്, ഒരു മത്സരത്തിൽ ഡെക്കായിരുന്നു, 0-ന് പുറത്തായി, ഒരു മത്സരത്തിൽ 10 റൺസ്. കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് 24 റൺസ്, 2 അക്കം അല്ലെങ്കിൽ 24 റൺസ് എന്നുള്ള നിലയിലേക്ക് സഞ്ജുവിനൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഏതായാലും ആ നിലയിൽ സഞ്ജുവിന്റെ മോശം ദിവസമായിരുന്നു എങ്കിൽ പോലും ഇന്ത്യൻ ടീമിന് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞു. ആ നിലയിൽ ഒത്തിണക്കമുള്ള ഒരു ടീമായി തന്നെ, ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും എല്ലാം തന്നെ ഒത്തിണക്കമുള്ള ഒരു ടീമായി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ കൃത്യമായി തന്നെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നതാണ് സാഹചര്യം. ഏതായാലും ഇന്നത്തെ ഈ മത്സരത്തോടു കൂടി 4-1 എന്ന നിലയിൽ ഇന്ത്യ ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ആരാധകർ കാത്തിരുന്നത് സഞ്ജു സാംസന്റെ പെർഫോമൻസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇഷാൻ കിഷന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അല്ലെ? ഈ ഒരു മാച്ചിൽ വളരെ വലിയ തരത്തിൽ സെഞ്ചുറി നേടി വളരെ വലിയൊരു തരത്തിലാണ് ഇഷാൻ കിഷൻ നിലനിൽക്കുന്നത്. സെഞ്ചുറി തീർച്ചയായും വളരെ വളരെ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ വിട്ടുപോയതാണത്. ഇഷാൻ കിഷന്റെ പ്രകടനം, അതുപോലെ തന്നെ ഹർഷദീപ് സിംഗിന്റെ പ്രകടനം. ഹർഷദീപ് സിംഗ് 5 വിക്കറ്റുകൾ ഈ മത്സരത്തിൽ സ്വന്തമാക്കി എന്നുള്ളതാണ്. വളരെ നിർണായകമായ, വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ജയത്തിൽ ഹർഷദീപ് സിംഗ് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. അതോടൊപ്പം തന്നെ ഇഷാൻ കിഷന്റെ സെഞ്ചുറിയും വളരെ നല്ല നിലയിൽ, അതായത് ആദ്യ തുടക്കത്തിൽ അഭിഷേക് സിംഗിനും അതുപോലെ തന്നെ സഞ്ജു സാംസണും ഒരു താളം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നത്തെ മത്സരത്തിൽ എന്നുള്ളതാണ്. പക്ഷേ അതിനു പകരം 1 ഡൗണായി ഇറങ്ങിയ ഇഷാൻ കിഷൻ മികച്ച ഫോം കണ്ടെത്തി, നല്ല താളം കണ്ടെത്തി എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ സെഞ്ചുറി പ്രകടനം കാഴ്ചവെക്കാൻ ഇഷാൻ കിഷന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഇനിയിപ്പോൾ 2020 ലോകകപ്പിൽ ഉൾപ്പെടെ, അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രാക്ടീസിന് ഇറങ്ങിയ ഘട്ടത്തിൽ ഉൾപ്പെടെ നല്ല തകർപ്പൻ അടികൾ അടിച്ച് ഇതിന്റെ ഒരു സൂചന ഇഷാൻ കിഷൻ നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആ സമയത്ത് റിപ്പോർട്ടിങ്ങിൽ നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇഷാൻ കിഷൻ പ്രാക്ടീസ് സമയത്ത് ഉൾപ്പെടെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളത്. ആ സമാനമായ പ്രകടനം ഇന്നത്തെ മത്സരത്തിലും ഇഷാൻ കിഷന് പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു മികച്ച സെഞ്ചുറി സ്വന്തമാക്കാൻ ഇഷാൻ കിഷന് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ് വളരെ മികച്ച നിലയിൽ ഒരു പ്രകടനം ഹർഷദീപ് സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 5 വിക്കറ്റാണ് താരം ഈ മത്സരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സെഞ്ചുറി.